പിടിയും കിട്ടുന്നില്ല സാർ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി വാരികയിൽ എഴുതൂ. കാരണം എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയാണ് ഡോക്ടർ. എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സാർ. പല പല ഘട്ടങ്ങളിൽ ഡോക്ടർ വാരികയിലൂടെ തന്നിട്ടുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എല്ലാറ്റിനും നന്ദി. ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന സത്യം തുറന്നു പറയട്ടെ. ഞാനൊരു സുന്ദരനേ അല്ല ഡോക്ടർ. കറുത്തിട്ടാണ്. ഉയരവും വളരെ കമ്മിയാണ്. അതുകൊണ്ട് ഭാര്യയാകാൻ പോകുന്ന ഈ സുന്ദരിയെ മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ. അവളുടെ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ പറ്റൂ. ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് സാധിക്കണം. എല്ലാ മാർഗങ്ങളും ഉപദേശിക്കാൻ അപേക്ഷ. കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ, സമ്പാദ്യശീലമുള്ളവൻ. എൻ്റെ ഈ പ്രത്യേകതകളാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ ആകർഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ എന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു മൂത്ത ചേട്ടനോടെന്ന പോലെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഡോക്ടർ. ഉയരം വെക്കാൻ വല്ല വിദ്യകളുമുണ്ടോ? മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കുമോ? മേൽപ്പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായൊരു മറുപടി തന്ന് ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നേരം എത്രയായി? നീ എന്താ മുട്ട ഇടുന്നുണ്ടോ? ഇല്ലമ്മേ. എന്നാ എഴുന്നേറ്റ് വാ. ചന്തോമാൻ വന്നിട്ട് മണിക്കൂർ 2 ആയി. എഴുന്നേറ്റ് വാടാ. തീപ്പെട്ടിയിൽ കൊള്ളി തീർന്നമ്മ. ദാരിദ്ര്യം പറയാതടി. എന്താടോ, ഒരു തീപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരാൻ പോലും ഇവിടെ ആളില്ലേ? ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു അമ്മവ. കല്യാണം നിശ്ചയിച്ച് പിന്നെ ദിനേശിട്ട് ഈ ലോകത്തൊന്നുമല്ല. മുറി അടച്ചിട്ടിരുന്ന് ഒരേ ചിന്ത എപ്പോഴും. ഇവനെ ഏൽപ്പിച്ച ഒന്നും നടക്കില്ല. ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ. ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മാവ. ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. എന്റെ ആദ്യത്തെ കല്യാണല്ലേ? അല്ല, ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ? അങ്ങനെ ഇപ്പൊ കല്യാണ മഹോത്സവം ഒന്നും നടത്തണ്ട. മൂക്ക് മുട്ട തിന്ന് ഏമ്പക്കം വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ കുറച്ചു പേരെ ക്ഷണിച്ചാ മതി. അത് പോരാ, അത് പോരാ. നീ ഞങ്ങള് പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. അല്ലെങ്കിലും ഇപ്പൊ അതിന് മാത്രം പണം എവിടുന്ന? പ്രസ് നടത്തി നീ ഒരു വഴിയാക്കിയില്ലേ? ഇനി സമയമില്ലടോ. താലി പണിയിപ്പിക്കണം, ഡ്രസ് എടുക്കണം, പന്തലിനുള്ള ആളുകളെയൊക്കെ ഏർപ്പാടാക്കണം. മൈക്ക് സെറ്റും പാട്ടും വേണം. മൈക്ക് സെറ്റും പാട്ടും എന്തിനാ? ഭിക്ഷക്കാരെ അറിയിക്കാനോ? അല്ലേലും അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാ. അല്ല പിന്നെ. ആ ചേട്ടാ, പ്രകാശിന്റെ കത്തുണ്ടായിരുന്നു. അവൻ കല്യാണത്തിന് വരില്ല അത്രേ. ജോലി ചേർന്നല്ലേ ഉള്ളൂ, ലീവ് കിട്ടാൻ പ്രയാസമാണെന്ന്. വേണ്ട, പിന്നെ വരട്ടെ. ഇപ്പൊ ജോലി ശ്രദ്ധിക്കട്ടെ. എന്നാലും സ്വന്തം ചേട്ടന്റെ കല്യാണത്തിന് വരില്ല എന്ന് വെച്ചാല് എന്താ കുഴപ്പം? അല്ല, എന്നാലും ജോലി ഇരിക്കട്ടെ. കല്യാണ കത്തിതേവരെ അടിച്ചു തീർന്നില്ലേ? പ്രസ്സിൽ തിരക്കായിരുന്നു. ഇന്ന് അടി തുടങ്ങും. ഇനി സമയമില്ലടോ. ആ, കത്തിൽ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ. തളത്തിൽ ചന്തുനായരുടെ ദിനേശന്റെ വിവാഹം. അത് വെച്ച് അത് വേണം, അത് വേണം. എടാ, നീ ഒന്ന് പോയി കുളിച്ചേ, വേഗം ചെല്ലേ. തോർത്തും സോപ്പൊന്നും വേണ്ടേ? ഞാൻ മറന്നു. പിന്നെ അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ വെച്ചുള്ള നിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടായില്ല. ഒരു മൂത്ത സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സത്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്തിനാ ഇത്ര വെപ്രാളം പരിവേശമൊക്കെ? ക്ഷണക്കത്തുമായിട്ട് അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയൂ. ഞാൻ ആ തട്ടാനൊന്ന് കാണട്ടെ. ആ ചേട്ടാ, ദിനേശിന്റെ കാര്യം ചേട്ടൻ അറിയാമല്ലോ. വിഡ്ഢിത്തങ്ങളെ കാണിക്കൂ. എല്ലാ കാര്യവും നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം.